അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ഉറക്കത്തിൽ കണ്ട സമയം ചോദിച്ചു, രക്ഷിതാവേ, ഇഷ്ടദാസന്മാർ നിന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞു, എൻ്റെ വചനങ്ങൾ കൊണ്ട്. ആശയം ഗ്രഹിച്ചിട്ടാണോ ഗ്രഹിക്കാതെയാണോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, രണ്ടുകൊണ്ടും. ഈ ഒരൊറ്റ സംഭവം മതി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. പിടക്കുന്ന ഹൃദയവുമായി മനസ്സുവെച്ച് നിത്യേന നീ ഖുർആൻ പാരായണം ചെയ്യുക. അശ്രദ്ധനാവാതെയും അരസ മനോഭാവമില്ലാതെയും നിശ്ചയം ഖുർആൻ പാരായണ നിമിത്തം സന്മാർഗസിദ്ധിയും ജ്ഞാനലബ്ധിയും സ്വായത്തമാവും. മാത്രമല്ല, ജ്ഞാനപ്രഭയും അനന്തമായ വിജ്ഞാന കലവറിലേക്കുള്ള വാതായനവും ഇതുവഴി തുറക്കപ്പെടും. പാരായണം ചെയ്യൽ മാത്രമല്ല, അത് കേൾക്കലും പ്രധാന ഇബാദത്താണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ഗൗരവപൂർവ്വം ഈ വിഷയം ഉണർത്തിയിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, ഖുർആൻ ഓതുന്നത് കേട്ടാൽ ഏത് സമയത്തും എവിടെ വെച്ചും മൗലിയായി അത് ശ്രദ്ധിച്ച് കേൾക്കൽ നിർബന്ധമാണെന്നാണ് ഒരു വിഭാഗം പണ്ഡിതരുടെ വിവരണം. പ്രത്യക്ഷത്തിൽ നിർബന്ധമാണെന്ന് വരുന്നുണ്ടെങ്കിലും നിസ്കാരത്തിലല്ലാത്തപ്പോൾ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കൽ സുന്നത്താണ്. ഇതാണ് ഭൂരിഭാഗം പണ്ഡിതരുടെയും അഭിപ്രായം. ഇമാം സഅലബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണുക. ഒരിക്കൽ ഷെയ്ഖ് സുഹനുൽ അബ്ദുറഹ്മാൻ ബിനു ഖാസിമിനെ സ്വപ്നത്തിൽ ദർശിച്ചു. ഷെയ്ഖ് സുഹനുൽ മഹാനവറുകളോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷകരം, ഞാൻ ഇഷ്ടപ്പെട്ടത് തന്നെ എനിക്കിവിടെ ലഭിച്ചു. ഷെയ്ഖ് സുഹനുൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിങ്ങൾക്ക് അവിടെ ലഭിച്ചതെന്താണ്? ഖുർആൻ പാരായണം. നിറഞ്ഞ ഹൃദയത്തോടെ ഖാസിം മറുപടി നൽകി. എന്തുകൊണ്ടാണ് പരലോകത്ത് വലിയ പ്രതിഫലം ഖുർആൻ പാരായണത്തിന് ലഭിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖുർആനിലെ ഒരക്ഷരം പാരായണം ചെയ്താൽ ഒരു നന്മ ലഭിക്കും. ഏതൊരു നന്മയ്ക്കും 10 ഇരട്ടിയാണ് പ്രതിഫലം. അലിഫ് ലാം മീം ഒരു കലിമത്താണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരു കലിമത്തും ലാം മറ്റൊരു കലിമത്തും മീം മറ്റൊരു കലിമത്തുമാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അബൂ ഉമാമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഞാൻ കേട്ടു, നിങ്ങൾ ഖുർആൻ ഓതുക, ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യദിനത്തിൽ അത് ശുപാർശകനായി നിൽക്കും.